ഇപ്പോൾ അവിടുത്തെ റീജിയണൽ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബീഹാറിൽ, വെസ്റ്റേൺ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഈ 3 റീജിയൻസിൽ എങ്ങനെയായിരുന്നു റീജിയണൽ പാർട്ടിസിപ്പേഷൻ ഡ്യൂറിങ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെന്ന് പറയുമ്പം KT ഭാഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കൂടുതലായിട്ടും ആക്റ്റീവായിട്ടുള്ള ഓർഗനൈസ്ഡ് സ്ട്രൈക്സും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. KT ഭാഷ്യം, ആ പേര് ഓർത്തിരിക്കുക. പിന്നെ വെസ്റ്റേൺ ഇന്ത്യയിലാണെങ്കിൽ ഗുജറാത്തിൽ ആസാദ് ഗവൺമെൻറ്റൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തു ഇൻ അഹമ്മദാബാദ്. വെസ്റ്റേൺ ഇന്ത്യയുടെ കാര്യം പറയുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആസാദ് ഗവൺമെൻറ് വന്നു. അതുപോലെ ബീഹാറിലാണെങ്കിൽ ജയപ്രകാശ് നാരായൺ, അതുപോലെ തന്നെ രാം മനോഹർ ലോഹിയ, ഇവരൊക്കെ നേപ്പാളിൻ്റെ ബോർഡറിലായിട്ട് ബീഹാറിലായിട്ട് ഒരു പാരലൽ ഗവൺമെൻറ് വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. 1944 ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടന്നത്. ഇനി പാരലൽ ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ സമാന്തര ഗവൺമെൻറ് ആണ്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ടൊരു സമാന്തര ഗവൺമെൻറ് പല പ്രദേശങ്ങളിലും സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ്. എവിടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് ആര് ആണ് അതിൻ്റെ ലീഡർഷിപ്പ്, ഇതാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ചിറ്റു പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒരു പാരലൽ ഗവൺമെൻറ് ബലിയ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയണിൽ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 1942 ഓഗസ്റ്റിൽ തന്നെയാണ്, അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഒരു പാരലൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബലിയ റീജിയണിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കോൺഗ്രസ് ലീഡേഴ്സിനെയൊക്കെ ജയിലിൽ നിന്നും മറ്റുമൊക്കെ റിലീസ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് സതീഷ് ചന്ദ്ര സാമന്ത, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ താംലുക് എന്ന് പറയുന്നിടത്ത്, താംലുക് എവിടെയാണെന്ന് വെച്ചാൽ ബംഗാളിലാണ്, ബംഗാളിലെ മിഡ്നാപ്പൂറിലാണ് താംലുക് ഉള്ളത്. 1942 തന്നെയാണ് അതും സ്റ്റാർട്ട് ചെയ്തത്. പാരലൽ ഗവൺമെൻറ് ടു 1944 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ ജാതീയ സർക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാതീയ സർക്കാർ അണ്ടർടുക്ക് സൈക്ലോൺ റിലീഫ് വർക്ക് ആൻഡ് ഫാമിൻ വർക്ക്സ്, അതായത് ബംഗാളിലാണെന്ന് പറഞ്ഞല്ലോ താംലുക്ക്. അപ്പോൾ ബംഗാളിൽ 1943 ഒക്കെ ആയപ്പോൾ എന്തായിരുന്നു, ബംഗാൾ ക്ഷാമം അതിഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അവരുടെ പാഡിയും മറ്റു കാര്യങ്ങൾ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നതെല്ലാം എന്ത് ചെയ്തു, പാവങ്ങൾക്ക് കൊടുക്കുക ചെയ്തത്. അതെല്ലാം ഈ ഒരു പാരലൽ ഗവൺമെൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. സ്കൂളുകൾക്ക് ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ ആംഡ് ആയിട്ടുള്ള വിദ്യുത് വാഹിനീസ്, അതായത് ഇലക്ട്രിസിറ്റി യൂണിറ്റുകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു ഫോർ ഇലക്ട്രിസിറ്റി മെയിൻ്റനൻസ് ഓഫ് സിമിലർ സർവീസസ്. അതുപോലെ സൈക്ലോൺ റിലീഫ് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിൻ മാത്രമല്ല, സൈക്ലോൺ റിലീഫ് വർക്ക്സും ഇവർ ജാതീയ സർക്കാർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തതാണ് YB ചാവൻ, അതേപോലെ നാനാ പാട്ടീൽ, ഇവർ രണ്ടുപേരുടെ ലീഡർഷിപ്പിലാണ് സത്താറയിൽ ഈ ഒരു പാരലൽ ഗവൺമെൻറ് റൺ ചെയ്ത്. സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലെ ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തി ആരാണ്, നാനാ പാട്ടീലാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അവിടെയും ഒരു പാരലൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു സത്താറയിൽ. അത് ആരുടെ ലീഡർഷിപ്പിലായിരുന്നു, YB ചാവൻ, അതുപോലെ തന്നെ എന്താണ്, നാനാ പട്ടേൽ. ഓക്കെ, ദെൻ 1943 ടു 1945 വരെ ആയിരുന്നു ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു പാരലൽ ഗവൺമെൻറ് അവിടെ റൺ ചെയ്തത്. അത് പ്രതി സർക്കാർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവിടെ ഗാന്ധി മാരേജസിനെയൊക്കെ ഇവർ എന്ത് ചെയ്യുകയാണ് ചെയ്തത്, കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. എന്ന് വെച്ചാൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള മാരേജസിനെ ഫോളോ ചെയ്യാനായിട്ട് കുറേയധികം പ്രോത്സാഹനം ഉണ്ടായി. അതുപോലെ പ്രൊഹിബിഷൻ ക്യാമ്പയിൻസ്, പിന്നെ അതുപോലെ ഓർഗനൈസ്ഡ് വില്ലേജ് ലൈബ്രറീസിനെ ഓർഗനൈസ് ചെയ്തു. ആൻഡ് ന്യായാലയം മണ്ഡൽസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫോറംസ് അല്ലേ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലെയുള്ള ന്യായാലയം മണ്ഡൽസ് വന്നു. ഓർഗനൈസ്ഡ് വില്ലേജ് ലൈബ്രറീസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് BR അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ എതിർത്തിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ബ്യൂറോക്രസിയൊക്കെ ഇതിന് എഗനിസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ സിംലയിൽ നോക്കുകയാണെങ്കിൽ, സിംലയിൽ ബാബ ഖാൻഷി റാം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 നടന്നത്. അപ്പോൾ സിംലയിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറയാം, നമുക്ക് ബാബ ഖാൻഷി റാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, കനഗ്ലത ബറുവ, നമ്മളത് കേട്ടിട്ടുള്ള പേരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം.
കനകലത ബറുവ എന്ന് പറഞ്ഞിട്ടുള്ളത് ആസാമിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തിയാണ്. ആസാമിലാണ് ലീഡർഷിപ്പ്. അപ്പോൾ സിംലയിൽ ആരായിരുന്നു? ബാബ കാൻഷിറാമും. ആസാമിൽ ആരായിരുന്നു? കനകലത ബറുവയായിരുന്നു. സത്താറയിൽ ആരായിരുന്നു? നാനാ പാട്ടീലായിരുന്നു. കേരളത്തിൽ ഡോക്ടർ KB മേനോനായിരുന്നു. അങ്ങനെ പല റീജിയൻസിൽ പല വ്യക്തികൾ. ബീഹാറിലൊക്കെ ആരായിരുന്നു? രാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണും ഒക്കെ ആയിരുന്നു. സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും KT ഭാഷ്യമായിരുന്നു. അതുപോലെ ഗുജറാത്തിൽ ആസാദ് ഗവൺമെൻറ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു വെസ്റ്റേൺ ഇന്ത്യയുടെ ഇത്. പിന്നെ പാരലൽ ഗവൺമെൻറ്റ്സ് ആരുടെയൊക്കെ ലീഡർഷിപ്പിലായിരുന്നു എന്നുള്ളത് ഓർത്തേക്ക്. ചിറ്റു പാണ്ഡെ, സതീഷ് ചന്ദ്ര സാമന്ത, YB ചാവൻ ആൻഡ് നാനാ പട്ടേൽ, അത് ഓർത്തേക്കുക. ഓക്കെ. അതുപോലെ മാതങ്കിനി ഹസ്ര എന്നുള്ള രക്തസാക്ഷിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി, അതായത് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ, അതും ഓർത്തേക്കുക. ഓക്കെ. ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മാതങ്കിനി ബറുവ. ജയപ്രകാശ് നാരായൺ കുറച്ച് പ്രസ്ഥാനങ്ങളുടെ ഉപജ്ഞാതാവായിരുന്നു. സർവോദയ പ്രസ്ഥാനം, അതുപോലെ തന്നെ സമ്പൂർണ്ണ വിപ്ലവം, ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതുപോലെ പിന്നെ നമ്മൾ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച്, അതായത് സാൾട്ട് സത്യാഗ്രഹമാണ് ഞാൻ പറയുന്നത്. 1930 നടന്ന ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എല്ലാം ജസ്റ്റ് നോർത്തപ്പോൾ പറയുന്നതാണ്. ഇർവിൻ പ്രഭു ഉണ്ടല്ലോ, ഇർവിൻ പ്രഭു ആയിരുന്നു അന്നത്തെ വൈസ്രോയി. അപ്പോൾ 1930 സോൾട്ട് സത്യാഗ്രഹം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് ഉപ്പ് സത്യാഗ്രഹത്തെ ആര് പറഞ്ഞത്? ഇർവിൻ പ്രഭു പറഞ്ഞത് 1930. പിന്നെ കീഴരിയൂർ ബോംബ് കേസിന് ലീഡർഷിപ്പ് കൊടുത്ത ആരായിരുന്നു? ഡോക്ടർ KB മേനോനായിരുന്നു അല്ലേ. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് എവിടെയാണ്? ചേമഞ്ചേരി പഞ്ചായത്തിലെ ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് നടന്നത്. അതാണ് ഉള്ളിയേരി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള പാലമാണ് അവിടെ തകർക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളേരി ഏരിയയിലാണ് ഇത് നടന്നത്. ബോംബ് കേസ് നടന്നത് ചേമഞ്ചേരി പഞ്ചായത്തിലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നാടകത്തിൽ കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. നാടകം എന്ന് പറയുന്ന ഒരു ഹിന്ദി നാടകമാണ്, വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി നാടകമാണ്. അത് അമേരിക്കയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കുറച്ച് പോയിന്റുകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.